നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കൂടി റിപ്പോർട്ട് നൽകിയതോടെ ഇനി കണ്ണുകൾ ഹൈക്കോടതിയിലേക്ക്. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷം കോടതി എന്തു പറയുമെന്നതാണ് ജനങ്ങൾ സസൂക്ഷ്മം നോക്കുന്നത്. ജനുവരി 5-നാണ് കോടതി ഇനി കേസ് പരിഗണിക്കുക. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പോക്കിൽ ഹൈക്കോടതി ഇതിനകം പലകുറി അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനിടെ കോൺഗ്രസ് ദേശീയ നേതാവ് സോണിയാഗാന്ധിയും ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതികളും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രം വിവാദത്തിൽ. ഇറ്റലിയിലുള്ള സഹോദരി അലക്സാൻഡ്രിയ എന്ന അനുഷ്കയുടെ ഉടമസ്ഥതയിലുള്ള 2 പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളാണ് വിവാദത്തിലായത്. ഈ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയരുകയും സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇറ്റലിയിലെ റിവോൾട്ട നഗരത്തിലുള്ള എത്നിക്ക, ഒർബസാനോ എന്ന സിറ്റിയിലെ ഗണപതി എന്നിവയാണ് അലക്സാൻഡ്രിയയുടെ ഉടമസ്ഥതയിലുള്ള 2 സ്ഥാപനങ്ങൾ. ഇതിൽ ഗണപതി എന്ന സ്ഥാപനത്തിൽ ഭാരതത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് വിൽക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സ്ഥാപനത്തിനെതിരെ 2003-ൽ പുരാവസ്തു തട്ടിപ്പാരോപിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെയും CBIയെയും സമീപിച്ചു. ഷോപ്പിന്റെ വിസിറ്റിംഗ് കാർഡ് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഫോട്ടോകളുമായാണ് പരാതി ഉന്നയിച്ചത്. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം CBI ഇറ്റാലിയൻ എംബസിക്ക് വിവരങ്ങൾ ആരാഞ്ഞ് കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. ശബരിമലയിൽ നിന്നുള്ള സ്വർണവും പൂജ്യവസ്തുക്കളും തിരുവനന്തപുരം UAE കൗൺസിലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സാധ്യതയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായ സ്വപ്ന സുരേഷ്, PS സരിത് എന്നിവരുടെ ഒത്താശയിൽ വിദേശത്ത് നിന്ന് നയതന്ത്ര പാഴ്സലിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കള്ളക്കടത്ത് നടത്തിയതിൽ മാത്രമാണ് മുൻപ് അന്വേഷണം നടന്നത്. ഇതേ ചാനലിൽ വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നുവെന്ന് ഇന്നും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യൻ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണെന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് നയതന്ത്ര ചാനലിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് 7-ന് നടക്കും. ധനകാര്യം ഉൾപ്പെടെ 8 സ്ഥിരം സമിതികളാണ് കോർപ്പറേഷനിലുള്ളത്. ഓരോ കൗൺസിലർമാർക്കും ഏതെങ്കിലും ഒരു സ്ഥിരം സമിതി അംഗമായിരിക്കണം എന്നാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് ഒരു സ്ഥിരം സമിതിയിൽ 12-13 അംഗങ്ങൾ വരും. 29 അംഗങ്ങളുള്ള LDFനും 19 അംഗങ്ങളുള്ള UDFനും സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തിന് അവകാശമുണ്ടെങ്കിലും കോർപ്പറേഷനിലെ 8 സ്ഥിരം സമിതികളിലും BJP പ്രതിനിധികൾ അധ്യക്ഷ സ്ഥാനത്തെത്തുമെന്നാണ് സൂചന. ധനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഡെപ്യൂട്ടി മേയർക്ക് സംവരണം ചെയ്തിട്ടുള്ളതിനാൽ ഈ സ്ഥിരം സമിതിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പില്ല. മറ്റു സമിതികളിൽ BJP അംഗങ്ങളുടെ എണ്ണം കൂട്ടിയും LDF UDF അംഗങ്ങളുടെ എണ്ണം കുറച്ചും വിന്യസിച്ചാൽ വോട്ടെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന BJP പ്രതിനിധിക്ക് ഭൂരിപക്ഷം ലഭിക്കും. മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു പ്രതിനിധിയായ തൊണ്ടിമുതൽ കേസിൽ കോടതി വിധി ഇന്ന്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. നിലവിൽ MLA ആയ ആന്റണി രാജുവിന് കോടതി വിധി എതിരായാൽ കനത്ത തിരിച്ചടിയാകും. പുന്നപ്രയിൽ ഹൈക്കോടതി അഭിഭാഷകയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പറവൂർ തൂക്കുകുളം ചിത്തിരയിൽ അഞ്ജിത B പിള്ളയാണ് ഇന്നലെ വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 23 വയസ്സായിരുന്നു. അജികുമാറിന്റെയും ബിന്ദുവിന്റെയും മകളാണ്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സഹോദരി ഡോക്ടർ അഞ്ജലി പിള്ള. പുന്നപ്ര പോലീസ് കേസെടുത്തു. മന്നം ജയന്തി ആഘോഷത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് മുഖം കൊടുക്കാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കടന്നുപോകുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. സംഭവം രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല വരുന്നത് കണ്ട് സദസ്സിലുണ്ടായിരുന്ന രാഹുൽ എഴുന്നേറ്റെങ്കിലും ചെന്നിത്തല ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. രാഹുലിന്റെ ഒപ്പം നിന്നിരുന്ന വ്യക്തി കൈകൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇതും ചെന്നിത്തല അവഗണിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായതോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക അനുവദിക്കാൻ സർക്കാരിനും ഇടതുമുന്നണിക്കും മേൽ സമ്മർദ്ദം. അതേസമയം ഡിസംബറിലെ ദേശീയ വില സൂചിക അനുസരിച്ച് ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് 2% DA കൂടി വന്നേക്കും. ഇതോടെ ജീവനക്കാരുടെ DA 37% വർദ്ധിക്കും. എന്നാൽ നൽകുന്നത് 22% മാത്രമാണ്. കുടിശ്ശിക 15% വർദ്ധിക്കും. കുടിശ്ശികയിൽ 2 ഗഡുവെങ്കിലും ഈ വർഷം തുടക്കത്തിൽ അനുവദിക്കാനാണ് ആലോചിക്കുന്നത്. 2023 ജൂലൈ 2024 ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന ക്ഷാമബത്തയാവും അനുവദിക്കുക. ഇത് 6% വരും. ജനുവരി 29-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കണമോ അതിനു മുൻപ് പ്രത്യേക പ്രഖ്യാപനമായി വേണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുക്കും. മുൻകാല പ്രാബല്യവും അതിനനുസരിച്ചുള്ള കുടിശ്ശിക തുകയും നൽകാനിടയില്ല. ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഭക്ഷണം കഴിച്ച 60ഓളം പേർക്ക് ഛർദിയും വയറിളക്കവും തളർച്ചയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ 45ഓളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പഴുവിൽ SN റോഡിൽ വടക്കുംതറ കൂട്ടായ്മയുടെ ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ വിതരണം ചെയ്ത ഇറച്ചിയും പൊറോട്ടയും കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്.
തൃപ്രയാർ ക്ഷേത്രത്തിനടുത്തുള്ള കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നെത്തിച്ച ഭക്ഷണം എന്നാണ് സംഘാടകർ പറഞ്ഞത്. മുൻ പഞ്ചായത്ത് അംഗം ഷോക്കേറ്റ് മരിച്ചു. കൊല്ലം നിലമേലിലാണ് സംഭവം. നിലമേൽ കൈത്തോട് വെള്ളരി പ്ലാവിള വീട്ടിൽ വിനോദ് ബാലനാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. നിലമേൽ വലിയ വഴി 2-ാം വാർഡിൽ മുൻ മെമ്പറായിരുന്നു. വിനോദ് ടൈൽ വർക്ക് ജീവനക്കാരനാണ്. എറണാകുളം തിരുനെട്ടൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ചരിഞ്ഞു. കൂത്താട്ടുകുളം ശ്രീധരിയം നേത്ര ആയുർവേദ ആശുപത്രിയുടെ ഉടമകളായ നെല്ലിക്കാട്ട് മഹാദേവനാണ് ഇന്നലെ വൈകിട്ടോടെ ചരിഞ്ഞത്. ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നാലെ ചരിഞ്ഞു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ആന കുഴഞ്ഞു വീണതിന് പിന്നാലെ വെറ്റിനറി ഡോക്ടർമാരും പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പിന്നീട് മരണം സ്ഥിരീകരിച്ചു. തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന സിറ്റി സർക്കുലർ സർവീസ് ഗതാഗത മന്ത്രി ഇല്ലാതാക്കിയെന്ന് മാധ്യമപ്രവർത്തകൻ. ഇടതുപക്ഷ സഹയാത്രികനും മാധ്യമപ്രവർത്തകനുമായ TC രാജേഷാണ് KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. ബിജു പ്രഭാകർ KSRTC MD ആയിരുന്ന സമയത്ത് നഗരത്തിലെ ഇടറൂട്ടുകളിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സിറ്റി സർക്കുലർ ബസ്സുകൾ ഗണേഷ് കുമാർ അട്ടിമറിച്ചതിനെക്കുറിച്ച് ദീർഘമായ വിവരണം തന്നെ രാജേഷ് നൽകുന്നുണ്ട്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ സർക്കാർ മാറ്റത്തിന് കാരണമായതിന് സമാനമായ പ്രതിഷേധങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കണമെന്ന് നിർദ്ദേശിച്ച് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദേശീയ പ്രസിഡന്റ് അഭയ് സിംഗ് ചൌട്ടാലയുടെ സമീപകാല പ്രസ്താവന BJPയുടെ വിമർശനത്തിന് വിധേയമായി. ഭാരതീയ ജനതാ പാർട്ടി, BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, VHP, വിദ്യാഭാരതി തുടങ്ങിയ സംഘടനകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സംഘത്തിന്റെ നിയന്ത്രണത്തിലല്ലെന്നും RSS മേധാവി മോഹൻ ഭഗവത് വെള്ളിയാഴ്ച വ്യക്തമാക്കി. BJPയിലൂടെയോ VHPയിലൂടെയോ RSSനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. സംഘത്തിന്റെ റിമോട്ട് കൺട്രോൾ അവരെ നിയന്ത്രിക്കുന്നില്ല, ഭഗവത് പറഞ്ഞു. RSSനെ അതിന്റെ അനുബന്ധ സംഘടനകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഒരു അടിസ്ഥാനപരമായ തെറ്റ് ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്ധ്രാപ്രദേശ് തിരുപ്പതി ജില്ലയിലെ ചന്ദ്രഗിരി മണ്ഡലത്തിലെ കോദ ഷാനംബട്ടലയിൽ വെള്ളിയാഴ്ച സംക്രാന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ജല്ലിക്കെട്ട് ആഘോഷത്തിനിടെ ഏകദേശം 20 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. യുവാക്കൾ കാളകളുടെ മേൽ ചാടി വീഴാൻ ശ്രമിച്ചപ്പോൾ ജനക്കൂട്ടത്തിലേക്ക് കാളകൾ പാഞ്ഞുകയറി. പരിപാടി കുഴപ്പത്തിലായി. റിപ്പോർട്ടുകൾ പ്രകാരം ഒരാളുടെ കൈയൊടിഞ്ഞു, മറ്റൊരാൾക്ക് തലയ്ക്കു പരിക്കേറ്റു, മറ്റു പലർക്കും നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവരെ ആംബുലൻസിൽ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇൻഡോർ മലിനജല ചോർച്ച മൂലമാണെന്ന് ആരോപിക്കപ്പെടുന്ന മലിനമായ കുടിവെള്ള, വയറിളക്കം, ഛർദി കേസുകളുടെ വർധനവിന് കാരണമായതിനെ തുടർന്ന് ഒരു വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധി നേരിടുകയാണ്. ഭാഗീർപുര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികളുടെ എണ്ണം 210 കടന്നതോടെ ജലമലിനീകരണത്തിന് പിന്നാലെ അശ്രദ്ധയെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അപലപിക്കുകയും വീഴ്ചയുമായി ബന്ധപ്പെട്ട് 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കർശന നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തു. നേപ്പാളിൽ ഭദ്രാപൂരിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. ബുദ്ധ എയറിന്റെ ടർബോപ്രോപ്പ് പാസഞ്ചർ വിമാനമാണ് റൺവേയിൽ നിന്ന് 200 മീറ്റർ ദൂരേക്ക് തെന്നിമാറിയതെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. വിമാനത്തിൽ 51 യാത്രക്കാരും 4 ജീവനക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് എയർലൈൻ അറിയിച്ചു. ഇറാന്റെ പരമോന്നത നേതാവും മതനേതാവുമായ അൽ ഖൊമേനി സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് തുടരുന്ന സമരങ്ങൾ 5-ാം ദിവസത്തിൽ വലിയ സംഘർഷത്തിലും കലാപത്തിലും കലാശിച്ചു. ഏറ്റുമുട്ടലുകളിലും വെടിവയ്പിലുമായി ഇതിനകം 8 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യവും സമരക്കാരുമായി ലോർദേഗാനിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേരും അസ്നയിൽ 3 പേരും കൗഡാഷിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി വാഹനങ്ങളാണ് കലാപകാരികൾ കത്തിച്ചത്. മെക്സിക്കോയുടെ തലസ്ഥാനത്തും പസഫിക് തീരത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ ഒരു സ്ഥലത്തും വെള്ളിയാഴ്ച 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണത്തിൽ മിതമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഒരു പ്രധാന തുറമുഖവും ബീച്ച് റിസോർട്ടുമായ അകാപുൾകോയ്ക്ക് സമീപം രാവിലെ 8 മണിക്ക് തൊട്ടുമുമ്പ് ഭൂകമ്പം ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. മെക്സിക്കോ സിറ്റിയിൽ ഏകദേശം 400 കിലോമീറ്റർ, അതായത് 250 മൈൽ വടക്കുഭാഗത്താണ് ഇത് അനുഭവപ്പെട്ടത്. പുതുവത്സരാഘോഷത്തിനിടെ ആസൂത്രണം ചെയ്ത കൂട്ടക്കൊല പരാജയപ്പെടുത്തിയതായി US അധികൃതർ. കരോലിനയിൽ നിന്നുള്ള 18 വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് കുറ്റം ചുമത്തിയതായി നീതിന്യായ വകുപ്പ് അറിയിച്ചു. പ്രതി ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് അൽഷാമിനെ പിന്തുണയ്ക്കുന്നതിനായി ഒരു പലചരക്ക് കടയും ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റും ലക്ഷ്യമിട്ട് കത്തിയും ചുറ്റികയും ഉപയോഗിച്ച് ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.